എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 5 മണിക്ക് പുലർക്കാല വചനങ്ങൾ ദൈവവചനം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനം നമുക്ക് തുണയായിരിക്കും എന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാനെന്ന ക്രിസ്തുവിൻ്റെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് എത്ര ക്രിസ്ത്യാനികൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നാം ഈ സന്ദർഭത്തിൽ സ്മരിക്കേണ്ടതാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ക്രിസ്തുവാണ് നമ്മുടെ ജീവൻ, ക്രിസ്തുവാണ് നമ്മുടെ നായകൻ, അവനാണ് നമ്മുടെ വഴികാട്ടി. ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഈ ചിന്തകൾ, ഈ വചനങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നാം സാക്ഷികളാണോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതാണ്. നമ്മളെല്ലാം നല്ല ക്രിസ്ത്യാനികൾ തന്നെയാണ്. കുർബാന കാണും, കുമ്പസാരിക്കും, കുർബാന കൈക്കൊള്ളും, ദാനധർമ്മങ്ങൾ ചെയ്യും, വിശേഷാവസരങ്ങളിൽ കാരുണ്യാലയത്തിൽ ബിരിയാണി വിതരണം ചെയ്യും. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. നമ്മളെ സ്വയം നവീകരിക്കുന്നതിനും നമ്മുടെ സമ്പത്ത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതിനും പങ്കുവെക്കുന്നതിനുമൊക്കെയുള്ള നല്ല മാതൃകകൾ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ക്രിസ്തുവിനെ അറിയാത്തവർക്ക് ക്രിസ്തുവിനെ നൽകുവാനും അവൻ്റെ വചനങ്ങൾ അവരിലേക്ക് എത്തിക്കുവാനും നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ്. സത്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പറഞ്ഞ് നമ്മൾ ക്രിസ്തുമതം പ്രചരിക്കുന്നു എന്ന പേരിൽ മറ്റുള്ളവർക്ക് നമ്മളോട് വിരോധമോ വിദ്വേഷമോ ഉണ്ടായി അത് ഒരു കലാപത്തിലേക്കും കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുമ്പോൾ അത് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നുള്ള ഭയം, അത് നമ്മളെ ഭൗതികതയിലേക്കും നയിക്കുന്ന ഒരു വികാരമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളുടെ ജീവിതം സ്വർഗത്തിലാണ്. അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൽ ഭൂമിയിലെ ഈ നൈമിഷികമായ ജീവിതം, ഇവിടെ നമ്മൾ ഭയപ്പെടുന്ന ഭീകരത, അതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വന്നിരിക്കുന്നത് അവനിൽ നിന്നാണ്. അവൻ്റെ വചനം ആ ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരിലേക്ക് പകരുക എന്നുള്ളതാണ്. അവരെയും കൂടി നവീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നമ്മൾ എത്രത്തോളം ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജീവിക്കുന്ന ദൈവത്തിന് മറ്റുള്ളവരിലേക്ക് പകരുവാനും അവൻ്റെ വചനങ്ങൾ അവരിലേക്ക് എത്തിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസവും പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു.